ധനഹ രണ്ടാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഈശോ ഉന്നതത്തിൽ നിന്നുള്ളവൻ. ഭൂമിയും ഭൂമിയിലുള്ളതിനെല്ലാം ഉപരിയാണ് സ്വർഗത്തിൽ നിന്നും വന്ന ഈശോ. ലോകം സൃഷ്ടിക്കുന്നതിനു മുമ്പേ ദൈവവുമായുള്ള ഐക്യത്തിൽ വസിക്കുന്നവനാണവൻ. അവൻ പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി. അവൻ പിതാവിന്റെ വാചനായ ഏകപുത്രനാകിയാൽ സകല അധികാരവും അവനെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ വാക്കുകൾ മാത്രം സംസാരിക്കുന്നു, പക്ഷേ അവന്റെ സാക്ഷ്യം ആരും സ്വീകരിച്ചില്ല. എന്നാൽ അവന്റെ അവകാശത്തിന്മേൽ അവനിൽ വിശ്വസിച്ചവരെല്ലാം ദൈവപുത്രൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും നിത്യജീവന് അർഹരാകുകയും ചെയ്തു. അവനെ അനുസരിക്കാത്തവരുടെ മേൽ ദൈവകോപമുണ്ടാകുകയും ചെയ്യും. ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ തന്നെയാണ് ദൈവകോപത്തെക്കുറിച്ചും പറയുന്നത്. ദൈവസ്നേഹം അനുഭവപ്പെടാത്ത മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ദൈവകോപം. പുതിയ നിയമത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്തിയ സ്നേഹമാണ് യേശു. ദൈവകോപം എന്ന പഴയ നിയമ അവബോധത്തെ പൂർണ്ണതയാക്കുന്നവനാണ് ദൈവസ്നേഹത്തിന്റെ മൂർത്തീഭാവമായ യേശു.